ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 1.5 മാസമായി. 2 മാസം ആവുന്നു. 2 മാസം. ഞാൻ ആദ്യമായിട്ടോ മേക്കപ്പ് ഇച്ചിരി കൂടുതലാട്ടോ. കുറച്ച് ഓക്സിഡൈസ് ആയി പൊക്കോളും. ഞങ്ങളപ്പം ഇവിടെ പോവാന്ന് തീരുമാനിച്ചു. ബസ് വരുന്നുണ്ടേ, എന്നിട്ട് പിന്നെ പറയാം. കൊളോണിൽ പോവാണ് കേട്ടോ. ഇതൊക്കെയാണ് ബസ്. ആരുമില്ല, ഒറ്റ മനുഷ്യർ മാത്രം. ഞായറാഴ്ച ആയതുകൊണ്ട് ആരുമില്ല കേട്ടോ. ഞങ്ങളും ഉണ്ട്, പിന്നെ മാമനുണ്ട്. ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് മനസ്സിലാവും. മാമനുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ കൊളോണിൽ പോവാണ് ഗൈസ്. കൊളോൺ ഞങ്ങളങ്ങനെ ഇവിടെ കൊളോണിലെ ഇവിടെ വന്നിട്ടുണ്ട്, ബാൻഹോഫിൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ നേരെ എങ്ങോട്ട് പോവാണ് ഗൈസ്? ഞങ്ങള് കൊളോണിലേക്ക് പോവാം. നല്ല എന്താ വിജലിമ്പിച്ച് കിടക്കുന്ന കൊളോൺ. അതെ, കൊളോണിന്റെ പുറം നല്ല രസമുണ്ട് കാണാൻ. അയ്യോ അങ്ങനല്ല, ബാൻഹോഫ് ആണ് അല്ലേ? ബാൻഹോഫ് അത്യാവശ്യം നല്ല കീഴിലും ബാൻഹോഫ് ആക്കും. യാ ഗൈസ്, എന്റെ ബാക്കിലുള്ളതാണ്, എന്റെ ബാക്കിൽ കാണുന്നതാണ് എന്ത്? നീയല്ല പൊടി. എന്റെ ബാക്കിൽ കാണുന്നതാണ് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള പള്ളി, കൊളോണ പള്ളി. എനിക്കതിന്റെ എന്തുകൊണ്ടാണ് കാര്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കൊള്ള ഒരു രസമുണ്ട്. ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ കൊള്ളാം കേട്ടോ, നേരിട്ടും കൊള്ളാം. ഇവിടെയുള്ള ജർമ്മനിയിലേക്ക് വന്നിട്ടുള്ള മലയാളികളോടോ അല്ലെങ്കിൽ ഇന്ത്യൻസിനോടോ പറയാനുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ഇന്ത്യൻസിനെ കാണാം കേട്ടോ. ഇഷ്ടംപോലെ ഇന്ത്യൻസിനെ കാണും. പക്ഷെ വീണ്ടും ജർമ്മൻസിനെക്കാളും ജാടയായിരിക്കും. എടേ ഇതെന്തുവാണ്? എല്ലാരും കേട്ടോ ഇവിടെ ഡ്രസ്സാ കേട്ടോ. അവര് മൂന്നുപേരും ഇത് തന്നെ. എന്താണ് ഈ ഒരു നിമിഷത്തിൽ ദിലിനെനിക്ക് പറയാനുള്ളത്? സ്റ്റുഡിയോ ആണോ എന്ന് ചോദിക്കാറ്. അതെ, സ്റ്റുഡിയോ ആണോ അല്ലെങ്കിൽ മീഷ ആണെന്ന് ചോദിക്കായിരുന്നു നാട്ടിലായിരുന്നെങ്കിൽ. ഇതിപ്പോ അതല്ലല്ലോ, ഇതിപ്പോ എവിടുന്നൊക്കെയാണോ എന്തോ. ഹായ് നൈസ്. ഞാൻ എന്തിനാ അവസാനം ഞാൻ അവസാനം കഴിയുമ്പം വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അതെന്തിനാന്ന് എനിക്കറിയില്ല. നല്ല വെയില്. ഈ വെയില് കിട്ടിയിട്ട് ഒരുപാട് നാളായി, ഇങ്ങനെ ഒരു നല്ല വെയില് കിട്ടിയിട്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് മൈക്ക്. കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് തിരയാണ്. എങ്ങനെയെങ്കിലും വലിയ പൈസ ഇല്ലാതെ ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ. കുറെ കഴിക്കണം, വലിയ പൈസ ആവരുത്. അതുകൊണ്ട് ഞങ്ങൾ കട ഇങ്ങനെ തപ്പി ഇനി 10 മിനിറ്റ് കൂടെ നടക്കണം. അതിനിടയിൽ ആരൊക്കെയോ വന്നിട്ട് ഇവിടെയുള്ള ജർമ്മൻ ആൾക്കാർ വരെ നമ്മളോട് വന്ന് ഡൗട്ടൊക്കെ ചോദിക്കുക. അതെ, ഇത് എവിടെയാ, ഇത് എങ്ങനെ ഇതിനകത്ത് കയറുന്നേ? വേറൊരു മലയാളി കൊച്ച് വന്നിട്ട് ചോദിച്ചു, അതെ ഇതിനകത്ത് ഈ പള്ളിക്കകത്ത് എങ്ങനെ കയറുന്നതെന്നൊക്കെ അറിയാമോ? ഇവരുടെയൊക്കെ വിചാരം തോന്നുന്നു ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അറിയാവുന്ന ഇവിടെ പണ്ടോട്ടെ ഉള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഒരു ജർമ്മൻ സായിപ്പ് വരെ ഞങ്ങളോട് വന്ന് ചോദിച്ചു, അതെ മെക്ഡൊണാൾഡ്സ് എവിടെയാണെന്ന് അറിയാവോ എന്നൊക്കെ. എന്ത് ചെയ്യാനല്ലേ, എന്താണ് ലുക്കൊക്കെ ആയിപ്പോയി. തുപ്പ് ഇപ്പൊ ഫോണിൽ കൂടെ ആൾക്കാരുടെ തുപ്പ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു. ഹായ് ഗൈസ്, ഒരു സംഭവം ഉണ്ടായി. ഒരു പുള്ളി, ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഹോട്ടലിലേക്ക് നടക്കുക. ഒരു പുള്ളിയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട്, ഇങ്ങോട്ടല്ല, സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോവല്ലേ, എന്നിട്ട് ഹായ് ഒക്കെ കാണിച്ചു. ഞാനപ്പോൾ ഹായ് കാണിച്ച്, എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് വീണ്ടും ഹായ് ഒക്കെ കാണിക്കുന്നു. അതൊരു സുന്ദരനൊരു ചേട്ടനായിരുന്നു. സുന്ദരൻ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അതെ, കുഞ്ഞി കണ്ണ, സ്റ്റൈലും ശരിയാ. ഇഷ്ടംപോലെ ഏഷ്യൻ സ്റ്റോർസാണ്. ഇതെല്ലാം ഏഷ്യനാണേ. ചുമ്മാ നോക്കിയിട്ട് വരാം അല്ലേ? ഞങ്ങൾ ചുമ്മാ ഒന്ന് അവിടെ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ കയറിയില്ല, അവിടെ ഫുള്ള് തായ് ഫുഡ്സാണ്. അല്ല, ഞാൻ വിചാരിച്ചു ഇന്ത്യൻ ഫുഡ്സ് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചല്ലേ. അങ്ങനത്തെ ഒന്നുമില്ല. ഇന്ത്യൻ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്യോണർ മേടിച്ചു. ഡ്യോണർ കഴിച്ചിട്ടില്ല, സോ ഡ്യോണർ കഴിക്കാമെന്ന് കരുതി. സംഭവം നല്ല ഫില്ലിങ്സ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷവർമ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല, ഒരുപാട് ഓവർ ഹൈപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നമുക്ക്
2 പേർക്കും ഒന്ന് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ പിന്നെ 2 എണ്ണം അങ്ങ് മേടിച്ചു. 15 യൂറോ ആയിരുന്നു 2 എണ്ണത്തിന്. ഒരെണ്ണത്തിന് 7.5 യൂറോ എങ്ങാണ്ട്. അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല രീതിയിൽ നമ്മുടെ വയറ് നിറഞ്ഞു. ലിപ്സ്റ്റിക് ഒക്കെ പോയായിരുന്നു, വീണ്ടും എടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഞങ്ങളങ്ങനെ ഡിയോർ ആദ്യമായി കഴിച്ചു. ഗുഡ്, ഓക്കെ. ഭയങ്കര ഹൈപ്പ് പോലെ അതിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ല. അവന്മാരെന്നെ കളിയാക്കിയിട്ട് പോയതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അറിയില്ല എന്താ പറയുക, ഹൈപ്പ് ഭയങ്കര ഹൈപ്പല്ലേ ഈ സാധനത്തിന്. ആ ഹൈപ്പിൻ്റെ അത്ര ഒന്നും ഇല്ല. ഇറ്റ്സ് ഓക്കെ, ഗുഡ്. നമ്മുടെ ഷവർമയെ വെച്ച് കമ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഷവർമയാണ് നല്ലത്, ബെറ്റർ അല്ലേ? ഷവർമയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ബ്രെഡിനകത്ത് ഒരുപാട് ചിക്കൻ, മ്യൂസിയം, വെജിറ്റബിൾസും, പിന്നെ എന്തോ ഒരു സോസും. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, എല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞു. കുറച്ചും കൂടെ ബാക്കി ഇരിപ്പുണ്ട്, അതിന് ട്രെയിനിലെങ്ങാനും പോകുമ്പോൾ കഴിക്കാം. പള്ളിക്കകത്താണ് ഗൈസ്. പള്ളിക്കകത്ത് അത്യാവശ്യം നല്ല വൈബാട്ടോ. ഇവിടെ ആരും പറയത്തൊന്നും ഇല്ല ഫോട്ടോ എടുക്കണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഫോട്ടോ എടുത്തോ എന്താന്ന് വെച്ചാൽ എടുത്തോ, കുഴപ്പമില്ല. നല്ല നല്ല ഇതിനകത്തോട്ട് കയറിയപ്പം പുറത്ത് ഭയങ്കര ചൂടാണല്ലോ, അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട്. ഗൈസ്, ഞങ്ങളിപ്പോൾ പള്ളിയിൽ നിൽക്കുകയാണ്. പള്ളിയുടെ ഐതിഹ്യം എനിക്കറിയത്തില്ലെന്നല്ല ഞാൻ മുമ്പേ പറഞ്ഞത്, പക്ഷെ ഞാൻ പള്ളിയുടെ ഐതിഹ്യം ഞാൻ കണ്ടുപിടിച്ചു. ഈ പള്ളിയുടെ ഐതിഹ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. എപ്പോഴാണോ ഈ പള്ളിയുടെ പണി കഴിയുന്നത് അപ്പം ലോകം അവസാനിക്കുമെന്നാണ് ഇവിടെ ഉള്ള 2 പേര് പറഞ്ഞത്. ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അയ്യോ, ഗൈസ്, വേറൊരു കൂട്ടുകാരനും കൊണ്ട് നമ്മള് ക്യൂൻ ഓഫ് ടിയേഴ്സ് എന്ന് പറയുന്ന ഡ്രാമയില് ജർമ്മനിയിൽ അവർ വരുമ്പോൾ അവർ ലോക്ക് ഇടും ഒരു ബ്രിഡ്ജിൽ. ആ ബ്രിഡ്ജിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ടോട്ടല് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ലോക്ക് എടുത്തിട്ടുണ്ട്. അതിനെന്തോ ഐതിഹ്യമുണ്ട്. ലവറിൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ലോക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഫ്യൂച്ചറിൽ ബെറ്റർ ആയിരിക്കും. അങ്ങനെ എന്തോ ഒരു ഐതിഹ്യം ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ലോക്ക് ഇട്ട് വെക്കുന്നത്. ആണോ? സോ മെനി ലോക്സ് ആർ ഹിയർ. എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുക, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വർഷങ്ങളായിട്ട് ആൾക്കാർ വന്ന് ലോക്ക് എടുത്തിട്ടാണെന്ന് തോന്നുന്നു. ജമാല പ്ലസ് റിൻഡോ, സോ മെനി. കണ്ട, അയ്യോ, ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജർമ്മൻ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ദെൻ ച്യൂസ്.